ഹായ് ഫ്രണ്ട്സ്, വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ ക്യാരറ്റ് ഹൽവയുടെ റെസിപ്പിയാണിത്. ഈസി ആയിട്ടും ടേസ്റ്റി ആയിട്ടും നമുക്ക് തയ്യാറാക്കാൻ പറ്റും. കഴുകിയെടുത്ത ക്യാരറ്റ് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കുക. ഇനി പാൻ വെച്ച് പാൻ ഒന്ന് ചൂടാകുമ്പോൾ കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കുക. നെയ്യ് ചൂടായി വരുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച ക്യാരറ്റ് ഇതിലോട്ട് ചേർത്ത് കൊടുത്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക. ഇനി നെയ്യുടെ അളവ് കുറവാണെങ്കിൽ 2 സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുത്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക. ഇനി ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് പഞ്ചസാരയാണ്. ഈ പഞ്ചസാരയിലും നെയ്യിലും കിടന്ന് ക്യാരറ്റ് നല്ല രീതിയിൽ വെന്ത് വരേണ്ട ആവശ്യമുണ്ട്. ഞാനിവിടെ 2 സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. മധുരം ഒരുപാട് ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ 4-5 സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നല്ല രീതിയിൽ മിക്സ് ചെയ്ത് എടുത്തതിന് ശേഷം ഞാനിവിടെ ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അഥവാ ഏലക്ക പൊടിച്ചതില്ലെങ്കിൽ വാനില എസൻസ് ചേർത്താലും മതി. നല്ല രീതിയിൽ മിക്സ് ചെയ്തതിന് ശേഷം അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് വേവിച്ചെടുക്കുന്നുണ്ട്. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു ബൗളിൽ 1 സ്പൂൺ കസ്റ്റേർഡ് പൗഡർ കുറച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്ത് എടുത്ത് മാറ്റി വയ്ക്കുന്നുണ്ട്. ഇനി വെന്ത് വന്ന ക്യാരറ്റിലോട്ട് 1 കപ്പ് പാൽ ചേർത്ത് കൊടുത്ത് നല്ല രീതിയിൽ ഇളക്കി കൊടുക്കുക. അടിയിൽ പിടിക്കാത്ത വിധം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നല്ല രീതിയിൽ ഇളക്കിക്കൊണ്ടേയിരിക്കുക. ഒരിക്കലും അടിയിൽ പിടിക്കാത്ത വിധം ഇളക്കിക്കൊണ്ടേയിരിക്കുക. ഈ സമയം നമ്മൾ മധുരവും നെയ്യുടെ അളവും ഒക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കുക. കുറവാകുന്നുള്ളവർ നിങ്ങൾ അതിലോട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഈ പരുവാകുമ്പം നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച കസ്റ്റേർഡിൻ്റെ ആ ബാറ്ററിയും കൂടെ ഒഴിച്ച് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക. നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക എന്ന് പറയുമ്പോൾ അടിയിൽ ഒട്ടാത്ത പരുവമാകുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യുക. കുറച്ച് നട്ട്സ് ചേർത്ത് കൊടുക്കുക. പാത്രത്തിൽ സെർവ് ചെയ്യാം. ഇനി ഈ രീതിയിൽ ചൂടോടെയും കഴിക്കാം, അല്ലാതെ തണുത്തിട്ടും കഴിക്കാം. അപ്പോൾ ക്യാരറ്റ് ഹൽവയുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക.